2 ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരി വിവേകാനന്ദ പാറയിലെത്തും. 3:30 വിമാനമാർഗം തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമുള്ള പതിവ് ആത്മീയ യാത്രയുടെ ഭാഗമായിട്ടാണ് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായി നരേന്ദ്രമോദി എത്തുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കന്യാകുമാരി ദിനം അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, 3:30 പ്രധാനമന്ത്രി എത്തിച്ചേരുക. അതീവ സുരക്ഷയിലാണ് കന്യാകുമാരിയും. KP 3:30 തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാജ്യത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിലാണ് ഞാൻ ഉള്ള ഈ കന്യാകുമാരിയിലെ ഗസ്റ്റ് ഹൗസിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുക. അവിടെ നിന്നും അദ്ദേഹം കന്യാകുമാരിയിലെ ദേവീക്ഷേത്രത്തിൽ ദർശനവും നടത്തി. അതിനുശേഷമാണ് എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് ആർത്തിരമ്പുന്ന കന്യാകുമാരി കടൽ തിരമാലകൾ എന്നെ തട്ടിത്തഴുകി പോവുകയാണ്. ഞാൻ ആ കന്യാകുമാരി കടൽ തിരമാലകളുടെ മടിത്തട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന തിരുവള്ളൂരിന്റെ പ്രതിമയിൽ പ്രണാമം ചെയ്ത് അതിൽ പുഷ്പാർച്ചന നടത്തിയായിരിക്കും പ്രധാനമന്ത്രി അവിടെ നിന്നും തൊട്ടടുത്തുള്ള വിവേകാനന്ദന്റെ പ്രതിമയിലെ മുന്നിലേക്ക് പോകുക. അവിടെയായിരിക്കും 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ധ്യാനം ഉണ്ടാവുക. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയിലായിരുന്നു ധ്യാനം ഇരുന്നതെങ്കിൽ അത് ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും തെക്കേ അറ്റത്തെ കന്യാകുമാരിയുടെ മടിത്തട്ടിൽ വിവേകാനന്ദന്റെ പാദസ്പർശമേറ്റ ഭൂമിയിൽ അദ്ദേഹം ധ്യാനമിരിക്കാൻ എത്തുന്നു. കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയും ഭാരതം ഒന്നാണ് എന്ന വലിയ സങ്കല്പം പകർന്നു നൽകി ആ രാജ്യത്തെ ഒന്നുകൂടി ചേർത്തു പിടിക്കാൻ 2024 അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രന് കൈകളിലായിരിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കടൽ തിരമാലകൾ പോലെ തന്നെ വലിയ ആവേശം ഈ കന്യാകുമാരിയിൽ ഓരോ ഗ്രാമങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ പുലർച്ചെ ഞാൻ ഇവിടെ എത്തുന്ന സമയത്ത് പോലും വലിയ ആവേശം അവിടുത്തെ ഓരോ ആൾക്കാരിലും കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയൊക്കെ തന്നെ ഇവിടെയാണ് ജീവനാഹുതി ചെയ്യേണ്ടി വന്ന തമിഴ്നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ മോദിക്കും വേണ്ടി ഒരുക്കുന്നുണ്ട്. ഏകദേശം 2000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ADGPയുടെയും അതുപോലെ തന്നെ 8 SP-മാരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ 2024 78 ദിവസത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളിലെ പ്രചരണങ്ങൾക്കും നേതൃത്വം നൽകി. 7 ഘട്ടത്തിലും ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗത്തും നോർത്തും ഈസ്റ്റും വെസ്റ്റും എല്ലാം ഒരുപോലെ അത് ഈ BJPക്കൊപ്പമാണ്, അത് NDAക്കൊപ്പമാണ്, NDA തരംഗമാണ് എന്ന ആത്മവിശ്വാസത്തോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട രാജ്യത്തിന്റെ പ്രധാന സേവകൻ വികസനങ്ങൾ പറഞ്ഞ് രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ പറഞ്ഞ് രാജ്യത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് രാജ്യം ആർജിച്ചെടുക്കാൻ പോകുന്ന മൂന്നാമത്തെ വലിയ ശക്തിയാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളോട് പറഞ്ഞ് അതിനുശേഷം വോട്ടുപിടിച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സമാപിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം. അഖിൽ പറഞ്ഞതുപോലെ തന്നെ 3:30 തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. അദ്ദേഹം എത്ര മണിക്കായിരിക്കും കന്യാകുമാരിയിൽ എത്തിച്ചേരുക? അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? KP അതാണ് 3:30 തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് തന്നെ ഉടനെ തന്നെ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ഹെലികോപ്റ്റർ മാർഗമായിരിക്കും കന്യാകുമാരിയിലെ ഗസ്റ്റ് ഹൗസിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുക. അവിടെ സർക്കാർ സംവിധാനങ്ങൾ അടക്കം ആയിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക. BJPയുടെ ഭാഗത്ത് നിന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ സ്വീകരിക്കാൻ എത്തും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ എത്തും എന്നതാണ് നമുക്ക്. അതേ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് അതിവേഗം തന്നെ കന്യാകുമാരിയിലേക്ക് എത്തും. മറ്റു പരിപാടികളൊന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരിപാടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗത്തിലെത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കന്യാകുമാരി കടലിന് ഒരു ചരിത്രമുണ്ട്. അത് സ്വാഭിമാനം വീണ്ടെടുത്ത ഈ ഭാരതം ഒന്നാണെന്ന് എന്ന് പറഞ്ഞ് അത് പഠിപ്പിച്ച ഈ ഭാരതം ഒന്നാണ് എന്ന് ഈ കടലിനെ കീറിമുറിച്ച് വിവേകാനന്ദ പാറയിലേക്ക് നടന്നുപോയ ഒരു നരേന്ദ്രനു ശേഷം വീണ്ടും ആ വിവേകാനന്ദ പാറയിലേക്ക്
മറ്റൊരു നരേന്ദ്രൻ നടന്നു നീങ്ങുന്നു എന്നതാണ് വലിയ ഒരു സന്തോഷമായി ഭാരതർ ചേർത്തു പിടിക്കുന്നത്. കാരണം ആ വിവേകാനന്ദ പാറയിലേക്ക് വരുമ്പോൾ വലിയ ആശയമുണ്ട്. ശങ്കരാചാര്യന്റെ ആ ശ്രീരാമസ്വാമിയുടെയൊക്കെ പ്രതിഷ്ഠയ്ക്കു ശേഷമാണ് അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത് എന്നതും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ധ്യാനത്തിനെത്തുന്ന ഇന്ന് തന്നെ അദ്ദേഹം അടുത്ത ഈ സർക്കാരിന്റെ രൂപീകരണത്തിനുള്ള ദിവസവും അതിന്റെ സ്ഥലവും വരെ പ്രഖ്യാപിക്കുന്ന അത്ര വലിയ ഒരു ആത്മവിശ്വാസത്തിലേക്ക് പോകുന്നത്. വലിയ ഒരു ആത്മവിശ്വാസം. കന്യാകുമാരി കടൽ തിരമാല ഇന്ന് എണ്ണിത്തുടിച്ച് കടലിലേക്ക് കയറി വരുന്നത് അത് നരേന്ദ്രന്റെ വരവ് വീണ്ടും ആഘോഷിക്കുകയാണ്. വീണ്ടും ഈ കടൽ തിരമാലകളുടെ സ്പർശമേക്കാൻ വീണ്ടും ഒരു നരേന്ദ്രൻ കൂടി എത്തുന്നു എന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആത്മവിശ്വാസം പകരുന്നതുമായ ഒരു കാര്യം. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹം വരുന്നു എന്നത് വലിയ യാഥാർത്ഥ്യത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. KP അഖിൽ, ഈ 2 ദിവസത്തെ ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അഖിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ധ്യാനത്തിനിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഔദ്യോഗികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ഞാൻ നിൽക്കുന്ന ഈ വിവേകാനന്ദ പാറയുടെ സൈഡിൽ വശത്ത് ഇതാണ് വിവേകാനന്ദ പാറ. എനിക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ആ വിവേകാനന്ദ പാറ കാണാൻ സാധിക്കുന്നത് എനിക്കും ആത്മവിശ്വാസവും സന്തോഷവും പകരുന്നതാണ്. ആദ്യം അദ്ദേഹം ഹെലിപ്പാഡിൽ ഇറങ്ങിയതിനു ശേഷം ആ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹത്തിന്റെ വിശ്രമം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം കന്യാകുമാരിയുടെ ദേവിയെ, കന്യാകുമാരി മാതാവിനെ തൊഴുത് ആ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ കാണുന്ന ഈ തിരുവള്ളൂരിന്റെ തമിഴിന്റെ പ്രിയപ്പെട്ട കവിയുടെ തിരുവള്ളൂരിന്റെ ഈ പ്രതിമയിൽ ഇത് അദ്ദേഹം പ്രണാമം ചെയ്യുക. അദ്ദേഹം അതിൽ പുഷ്പാർച്ചന നടത്തുക. അവിടെ നിന്നും അദ്ദേഹം തൊട്ടടുത്തുള്ള വിവേകാനന്ദ പാറയിലേക്ക് പോകും. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ വലിയ തിരമാലകൾ ഒക്കെ തന്നെയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ കാലാവസ്ഥാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ തെക്കൻ തീരത്തൊക്കെ ഉണ്ടാകുന്ന ചക്രവാത ചുഴിയുടെയും അതുപോലെ തന്നെ ന്യൂനമർദ്ദത്തിന്റെയും ഒക്കെ തന്നെ ഭാഗമായിട്ടുള്ള ചില കടൽ പ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സമുദ്ര ഗവേഷണ പഠന കേന്ദ്രം അടക്കമുള്ളവ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ ഈ വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹം അപ്പുറത്തുള്ള ഏകദേശം ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള വിവേകാനന്ദ കേന്ദ്രത്തിലായിരിക്കും അദ്ദേഹം ധ്യാനമിരിക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടുത്തെ ചില മുതിർന്ന ആൾക്കാരുമായി ഒക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് പക്ഷേ എത്ര തിരമാല വന്നാലും അത് ആ വിവേകാനന്ദ പാറയെ തഴുകി ഇപ്പുറത്ത് വരും. അതിനപ്പുറത്ത് ഒരു പ്രശ്നമില്ല. അതിൻ്റെ അകത്തുള്ള ഒരു സാമഗ്രികൾക്കും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാത്ത ഉള്ള സാഹചര്യങ്ങളാണ് മുൻപ് സുനാമിയൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ ആത്മവിശ്വാസം അഗർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളുടെ വലിയ ആത്മവിശ്വാസവും എല്ലാം തന്നെ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. KP